ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് അമ്മച്ചിയുടെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാം. എനിക്കും കുറച്ച് ടാബ്ലറ്റ്സ് ഒക്കെ വാങ്ങിക്കണമായിരുന്നു. പിന്നെ അമ്മയ്ക്കും അമ്മയുടെ സ്കിന്നിൻ്റെ എന്തോ ഒരു സംഭവം, അപ്പോൾ അതും കാണിക്കണമെന്ന് വിചാരിച്ചിട്ട് പോവാണ്. ഇതാണ് ഞാൻ ഇടുന്ന ഡ്രസ്സ്. ഓക്കെ, ഇങ്ങനെ ഡ്രസ്സ് ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ഡ്രസ്സ് ഇടണ്ടായിരുന്നു എന്ന് പിന്നെ എനിക്ക് തോന്നിയായിരുന്നു. കാരണം ഭയങ്കര ചൂടായി ഇതിട്ടുമ്പോഴത്തേക്ക്. ഇതിനകത്ത് ടാങ്ക് ടോപ്പ് ഭയങ്കര ചൂട്, എനിക്ക് സഹിക്കാൻ പറ്റുന്നു. പിന്നെ ഈ സമയത്ത് നമ്മൾ കറുത്ത ഡ്രസ്സ് ഇടാൻ പാടില്ലേ, ഭയങ്കര ചൂടല്ലേ ഈ സമയത്ത്, അപ്പോൾ കറുത്ത ഡ്രസ്സ് ഇടാൻ പാടില്ലല്ലോ. പക്ഷെ എനിക്ക് ആവി സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മുടി കണ്ടോ, ഭയങ്കര ഫ്രിസിയായി എൻ്റെ മുടി. ഞാൻ ഹെയർ കളർ ചെയ്ത് എൻ്റെ മുടി ഭയങ്കര ഫ്രിസിയായി. കണ്ടിന്യൂസ് ആയിട്ട് ഹെയർ കളർ ചെയ്തുകൊണ്ട് ആദ്യം അടിച്ച ഹെയർ കളർ ഭയങ്കര ബോറായിരുന്നു. അപ്പം പിന്നെ വീണ്ടും അടിച്ചു. കണ്ട് ആ ലുക്കിൽ നിന്ന് ഈ ലുക്കിലോട്ട് പറയുമ്പോൾ നല്ലൊരു ഭംഗിയില്ല, ഒരു ക്ലീൻ ലുക്ക് തോന്നുന്നില്ലേ. ഇത് എൻ്റെ ഫുള്ള് കംപ്ലീറ്റ് ലുക്ക്. ഓക്കെ, ഞാനും അമ്മച്ചിയും കൂടെ അമ്മാച്ചൻ്റെ ഓട്ടോയ്ക്കാണ് പോകുന്നത്. അമ്മച്ചിയെ കാണിക്കുന്ന ഡോക്ടറിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ മാവാണ് ഇത്. നല്ല അതിനകത്ത് നിറയെ മാങ്ങയായിരുന്നു. അപ്പം അമ്മച്ചി അവിടെ ഇരുത്തിയിട്ട് ഞാനും അമ്മയും കൂടെ ഞങ്ങളുടെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് പോയാൽ. അപ്പോൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അത് വേറൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് കയറി. അപ്പോൾ അമ്മയോട് പറഞ്ഞു സ്കിന്നിൻ്റെ ഡോക്ടറിനെ തന്നെ കാണിക്കാൻ പറഞ്ഞു. എനിക്ക് പക്ഷേ ആൻറ്റിബയോട്ടിക്കിൻ്റെ ടാബ്ലറ്റ്സ് ഒക്കെ എഴുതി തന്നു. നമ്മളത് ടാബ്ലറ്റ് വാങ്ങിക്കാൻ വേണ്ടി പോവാം. അമ്മേനോട് പറയാം, ഡ്രസ്സ് എന്തിനീ ബട്ടൺസൊക്കെ തുറന്നിട്ടേക്കുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു. ഓക്കെ, തമാശയ്ക്ക്. എന്നിട്ട് നമ്മൾ അമ്മച്ചിയുടെ ബ്ലഡിൻ്റെ റിസൾട്ടൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുക. കുറേ നേരം അവിടെ ഇരുന്നിട്ട് കുറേ കഴിഞ്ഞപ്പോഴാണ് നേഴ്സ് വന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. എന്നിട്ട് നമ്മൾ വെള്ളമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് പോയതായിരുന്നു. മൂന്നാമത്തെ കുപ്പി വെള്ളം എങ്ങാണ്ട് ഇപ്പോൾ വാങ്ങിക്കുന്നത്. ഭയങ്കര ദാഹം. ഈ സമയത്ത് നമുക്ക് ദാഹം സഹിക്കാൻ പറ്റണുണ്ടായിരുന്നില്ല. ഞങ്ങൾ 3 മണിക്ക് അവിടെ അമ്മച്ചിയെ കാണിക്കാൻ വേണ്ടി ഡോക്ടറിൻ്റെ വീട്ടിലാണ് പോയത്. അപ്പോഴത്തേക്കും ഉണ്ടല്ലോ, എനിക്കറിയത്തില്ല, 3 മണി തൊട്ട് ഭയങ്കര തിരക്കാണ് അവിടെ. തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്, ക്യൂ അവിടെ. അപ്പോൾ നമ്മൾ 7 മണിക്ക് നമ്മൾ ബുക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 7 മണിക്കാണ് ഡോക്ടറിനെ കാണാൻ പറ്റിയത്. അപ്പോൾ നമ്മളിങ്ങനെ അമ്മച്ചിയുടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുക. അമ്മച്ചിക്ക് ബോറടിക്കുന്നുണ്ടായിരിക്കുമല്ലോ. അമ്മച്ചിക്ക് പിന്നെ ഇങ്ങനെ ഇരിക്കാൻ ഒന്നും പറ്റില്ല. ഒത്തിരി നേരം ഇങ്ങനെ ഇരിക്കുമ്പം വയ്യാഴികയും ഒക്കെ. അപ്പോൾ നമ്മളിങ്ങനെ അമ്മച്ചിക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ പറയുകയും വീഡിയോ എടുക്കുകയും ചെയ്യുക. അവിടെ നിന്ന് എന്തോ വെള്ളം വീണു. അപ്പോൾ ഞാനിങ്ങനെ നോക്കി. അപ്പം അമ്മച്ചി ഇങ്ങനെ ക്യാമറയിലൂടെ തന്നെ നോക്കും, ഇവളിതെന്ത് കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്.